ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന തങ്കു വരുന്ന കമന്റ് വായിക്കുക അത് കുഴപ്പമില്ല മക്കളെ. നമ്മുടെ പറമ്പിൽ വന്ന് പട്ടികളെ തൂറി വെക്കാറില്ലേ, അതേ കണക്ക് കുറെ ആൾക്കാര് നമ്മളതങ്ങ് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്ത എഴുതിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. കോട്ടത്തലയുടെ അറിവിലോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളുടെ നാട്ടിലെ പട്ടികളൊന്നും ചന്തി കഴുകാറില്ലടോ. എന്താ ഉറക്കം വരുന്നു. ഇനി എങ്ങാനും തൂറിയിട്ട് മാരാറിനെ പോലെ അതിലിരുന്ന് നിരങ്ങി മെഴുകാറുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇങ്ങനെ തൂറി വെക്കാൻ ഒരുപാട് പട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബിഗ് ബോസിൽ വോട്ടിന്റെ രൂപത്തിൽ എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. നിങ്ങൾക്ക് ഇന്നും നിങ്ങൾക്കും നിങ്ങളുടെ പെണ്ണും പിള്ളയ്ക്കും ഇന്ന് ഞെളിഞ്ഞിരുന്ന് മിനി കൂപ്പറിൽ പോകാൻ സാധിക്കുന്നതും ഈ കണ്ട സൗഭാഗ്യങ്ങളൊക്കെ വന്നതും ഒന്നും മറക്കാതിരുന്നാൽ നല്ലതായിരിക്കും. താനെന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സത്യം പറയുന്നത് ഇൻസൾട്ട് ആണെങ്കിൽ ഇനിയും പല ഇൻസൾട്ടുകൾ താൻ കേൾക്കേണ്ടി വരും. ഈ തൂറി വെച്ച പട്ടികളാണോ താങ്കൾ ഇത്രയും വളർത്തിയത്? ചില സമയങ്ങളിലൊക്കെ നമ്മൾ മാരാറ് അറിയാതെ ആണെങ്കിലും കോട്ടത്തലയായി പോകുന്നുണ്ട്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഈ ലോകത്തുള്ള സകലമാന പെണ്ണുങ്ങളെയും ഒരുപോലെ ആക്ഷേപിച്ചതിനല്ലേടോ താങ്കൾ ഇപ്പൊ ഈ അനുഭവിക്കുന്നത്? അതൊരു പോയിന്റ്. അപ്പോ താങ്കളുടെ ഭാര്യയും മക്കളെയും പറഞ്ഞപ്പോ താങ്കൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ? എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റാക്കി ആഘോഷിക്കും. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് നിങ്ങളെ കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിച്ചാൽ മതി. നിങ്ങൾ കൊടുക്കുന്ന ഇന്റർവ്യൂസ് കണ്ടിട്ടും മാരാറിന്റെ വായിന്ന് വരുന്ന വിടുവായുത്തരങ്ങൾ കേട്ടിട്ടും അല്ലയോ ഓരോരുത്തരും നിങ്ങളെ ട്രോളുന്നത്? അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുപോലെ. അതൊന്നും കേൾക്കാൻ വയ്യെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും അനുഭവിക്കാൻ വയ്യെങ്കിൽ ഇതൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കണം. ആ ബ്രെയിൻ ഇന്നും ഇരിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ തടി കളിക്ക് പണിയെടുക്കാനുള്ള താക്കത്തില്ല മോനെ. കുറച്ച് നാള് ബിഗ് ബോസിന്റെ ഒക്കെ സമയത്ത് ഞാൻ ഭയങ്കര ഹീറോ ആയിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു മനുഷ്യനെ. ഇത്രയും പൊട്ടനാണെന്ന് ഇപ്പോഴാ മനസ്സിലാവുന്നത്. പോയി ചത്തുടടാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.